നെല്ലായി ആനന്ദപുരത്ത് പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ലാത്ത പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇരയാക്കപ്പെട്ടവരിൽ ഏറെയും. കുടുംബശ്രീ അംഗങ്ങൾക്ക് കൃഷി ചെയ്യുന്നതിനായി സർക്കാർ കുറഞ്ഞ പലിശയ്ക്ക് വായ്പ നൽകുന്ന പദ്ധതി ഉണ്ടായിരുന്നു. ഈ പദ്ധതിയാണ് ആനന്ദപുരം സ്വദേശി ഗീതു രതീഷ് തട്ടിപ്പിനായി ഉപയോഗിച്ചത്. 4 പേരടങ്ങുന്ന 11 സംഘങ്ങൾ സ്ഥലത്തെ CDS അംഗമായിരുന്ന ഗീതു ഉണ്ടാക്കി. കൊടകരയിലെ പൊതുമേഖലാ ബാങ്കിൽ നിന്നും ഇവരുടെ രേഖകൾ ഉപയോഗിച്ച് 44 ലക്ഷം രൂപ വായ്പ എടുത്തു. എല്ലാ സംഘങ്ങൾക്കും ഓരോ ലക്ഷം രൂപ നൽകി 33 ലക്ഷം രൂപ ഗീതു രതീഷ് കൈക്കലാക്കി. 10 ആളുടെ ഗ്രൂപ്പ് ആണ്, ഒരു ലോൺ ഗ്രൂപ്പ് 10 ആളുടെയാണ്. അത് 6 പേരുടെ ലിസ്റ്റ് പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 4 പേർക്ക് 1 ലക്ഷത്തിനുള്ള അർഹതയുള്ളൂ, ബാക്കി 3 ലക്ഷം നിങ്ങൾ അറിയണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഇവരിപ്പോൾ ബാങ്കിൽ നിന്നിപ്പോൾ നോട്ടീസ് വന്നതുകൊണ്ടും ഇവർക്ക് ജപ്തി നിലവിലുള്ളതുകൊണ്ടും ഹൈക്കോടതിയെ സമീപിക്കാതിരിക്കാൻ മറ്റു മാർഗ്ഗമില്ല. കാരണം വെച്ചാൽ പലരും 3 സെൻറ്റിലും അതിലേറെ എല്ലാവരും പാവപ്പെട്ടവരാണെങ്കിലും അതിൽ 22 പേര് പട്ടികജാതി കുടുംബങ്ങളാണ്. സംഘത്തിൽ ഉള്ളവർ 1 വർഷത്തിൽ പണം തിരികെ നൽകി. അതും ഗീതു ബാങ്കിൽ അടച്ചില്ല. ഇതോടെ എല്ലാവർക്കും റവന്യൂ റിക്കവറി നോട്ടീസ് വന്നിരിക്കുകയാണ്. ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ഏതെങ്കിലും രേഖകളിൽ ഒപ്പിടുകയോ ചെയ്യാത്തവർക്കും ബാധ്യതയുണ്ട്. എൻ്റെ പേരിൽ എടുത്തിട്ടുമില്ല, ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുമില്ല. ജനുവരിയിലാണ് എൻ്റെ വീട്ടിൽ ബാങ്കിൽ നിന്ന് അന്വേഷണം വന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. മകരം 28-ാം തീയതി അവളെ വിളിച്ചു, എന്താണ് ഈ പൈസ അടയ്ക്കാത്തത്, എൻ്റെ മോളുടെ കല്യാണത്തിന് എടുത്തതല്ലോ എന്നും പറഞ്ഞു അവളെ വീട്ടിൽ വെച്ച് കരഞ്ഞു. അപ്പോഴാണ് ഞാൻ അടയ്ക്കാമായി, ഞാൻ ഈ മാസം 30-ാം തീയതി അടയ്ക്കാമെന്ന് പറഞ്ഞു അവള് എന്നോട് വാക്ക് പറഞ്ഞു. പൈസ കിട്ടില്ല, ഒപ്പിട്ടില്ല, രേഖകളും കൊടുത്തിട്ടില്ല. ഇല്ല, രേഖ കൊടുത്തിട്ടില്ല. കുടുംബശ്രീ നിന്നാണ് പോയിക്കുന്നത്. ആദ്യം സ്ത്രീകൾ പരാതി നൽകിയപ്പോൾ അത് സ്വീകരിക്കാൻ പോലും പോലീസ് സമ്മതിച്ചില്ല. പിന്നീട് അഭിഭാഷകന്റെ സമ്മർദ്ദത്തിലാണ് കേസെടുത്തത്. CPM ഭരിക്കുന്ന പഞ്ചായത്തിൽ നിന്നോ പുതുക്കാട് MLAയോ സംഭവത്തിൽ ഈ പാവപ്പെട്ടവരെ സഹായിച്ചില്ല. ഇത്രയും വലിയ തട്ടിപ്പിന് ഇത്രയധികം സ്ത്രീകൾ ഇരയാക്കപ്പെട്ടിട്ട് യാതൊരു വിധത്തിലുള്ള പരിരക്ഷയും ഇവിടുത്തെ പോലീസോ രാഷ്ട്രീയ പ്രവർത്തകരോ ഇവർക്ക് നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇനി നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഇവർ. മണികണ്ഠനൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.